ഹായ്. കുറച്ച് നാളായി ഒരു ബാഗ് മേടിക്കണം, ഒരു നല്ലൊരു ലാപ്ടോപ്പ് ബാഗ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലക്ഷറി ബാഗ് മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം, LV പോലെ. അതിന് ഞാൻ സേവ് ചെയ്തായിരുന്നു. പക്ഷേ അവസാനം സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മേടിക്കാൻ മനസ്സങ്ങടെ അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ മൈക്കിൾ കോഴ്സിൽ ഒതുക്കി. നല്ല ബാഗാണ്, നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ബാഗാണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെ ഇത് മേടിക്കാം. അത്ര അൾട്രാ ലക്ഷറി അല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മിനിമം ലക്ഷറിയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഞാനത് ഓസ്ട്രേലിയ ഹാർബർ ടൗണിൽ നിന്നാണ് മേടിച്ചത്. അവിടെ കുറച്ച് ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, മേടിച്ചു. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതൊരു ബാഗല്ല, ഇതിൽ 3 ബാഗ് തന്നെയുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമുക്ക് 2 വേറെ ഷോൾഡർ ബാഗ്സും ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുകയാണ്. അൺബോക്സ് ചെയ്തു, തുറന്ന് കാണിച്ചു തരാം. ഈ ബാഗിൽ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്തധികം കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ല, ജസ്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടി, ഒരു സിപ്പും കൂടി മിഡിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ 2 ക്രോസ് ബോഡി ബാഗ്സ് കിട്ടിയേക്കുന്നതുകൊണ്ട് നമുക്കത് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിളായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ 2 ക്രോസ് ബോഡി വാളറ്റ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനപ്പോൾ ഇത് 2-3 സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു. ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് എനിക്കൊരു 30,000-നാണ് കിട്ടിയത്, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്. പക്ഷേ ഞാനിതിവിടെ മലേഷ്യയിലും പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂരൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഉണ്ട്. പക്ഷേ ഈ 2 എണ്ണം വേറെ എക്സ്ട്രാ നമുക്ക് ഈ 2 ക്രോസ് ബോഡി ബാഗ്സ് കിട്ടുന്ന ഓപ്ഷനില്ല. അപ്പോൾ ഞാൻ ഓർത്തത് നല്ലൊരു പർച്ചേസ് തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് ആണെങ്കിലും എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ, ആവശ്യത്തിന് നല്ല സാധനങ്ങൾ അതിൽ കൊണ്ടുപോകാൻ പറ്റും. സോ ദിസ് ഇസ് മൈ മൈക്കിൾ കോഴ്സ് ബാഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.